രാജാക്കാട് ടൗണിൽ നാളുകളായി തുടർന്നുവരുന്ന രൂക്ഷമായ ഗതാഗതക്കുരുക്കിനും തടസ്സങ്ങൾക്കും വിരാമമിട്ടുകൊണ്ട് പുതിയ ട്രാഫിക് പരിഷ്കാര നിയമം നിലവിൽ വരും. ജൂൺ 1 മുതൽ പുതിയ നിയമങ്ങൾ പ്രാബല്യത്തിൽ വരുന്നതിന് മുന്നോടിയായി ടൗണിലെ വിവിധയിടങ്ങളിൽ ബസ് സ്റ്റോപ്പുകൾ തരംതിരിച്ച് അടയാളപ്പെടുത്തുന്ന ജോലികൾ പൂർത്തിയായി വരുന്നു. എവിടെയൊക്കെ ബസ്സുകൾ നിർത്തണം, എവിടെയൊക്കെ പാർക്കിംഗ് അനുവദിക്കാം തുടങ്ങിയ കാര്യങ്ങളിൽ വ്യക്തമായ പ്ലാൻ തയ്യാറാക്കിയാണ് അധികൃതരുടെ നീക്കം. രാജാക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കിങ്ങിണി രാജേന്ദ്രൻ, ടൗൺ വാർഡ് മെമ്പർ ജോഷി കന്യാൻകുഴിയിൽ എന്നിവരുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് ടൗണിലെ അടയാളപ്പെടുത്തൽ നടപടികൾ പുരോഗമിക്കുന്നത്. വ്യാപാരികൾക്കും പൊതുജനങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിലാണ് പുതിയ ക്രമീകരണങ്ങൾ. ജൂൺ 1 തീയതി മുതൽ നമ്മുടെ രാജാക്കാട് ടൗണിൻ്റെ ഗതാഗതക്കുരുക്ക് നിയന്ത്രിക്കുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ്. ബസ് സ്റ്റോപ്പ് പറഞ്ഞിരിക്കുന്ന സ്ഥലങ്ങളിൽ ഇന്ന് അതിൻ്റെ പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നു, വരയ്ക്കാനുള്ള പ്രവർത്തനം തുടങ്ങിയിരിക്കുകയാണ്. എല്ലാവരും ആ നിയമം പാലിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണമെന്നാണ് അറിയിക്കാനുള്ളത്. എല്ലാ ബസ് ഉടമകളും അതുപോലെ തന്നെ യാത്രക്കാരും നിർദ്ദേശിച്ചിരിക്കുന്ന ബസ് സ്റ്റോപ്പിൽ എത്തിച്ചേരുകയും അതേപോലെ തന്നെ യാത്ര സുഗമമാക്കി മാറ്റുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. പദ്ധതി വിജയകരമായി നടപ്പിലാക്കാൻ വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളോടൊപ്പം സജീവമായി രംഗത്തുണ്ട്. സബ് ഇൻസ്പെക്ടർ അഭിജിത്ത് MS, ASI ജോൺസൺ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ട്രാഫിക് ക്രമീകരണങ്ങൾ വിലയിരുത്തി. കൂടാതെ അസിസ്റ്റന്റ് എഞ്ചിനീയർ പ്രീതു പുഷ്പൻ, പഞ്ചായത്ത് ക്ലർക്ക് ബിജുമോൻ എന്നിവരും സ്ഥലത്തെത്തി സാങ്കേതികമായ നിർദ്ദേശങ്ങൾ നൽകി. വരും ദിവസങ്ങളിൽ ടൗണിൽ കൂടുതൽ കർശനമായ ട്രാഫിക് നിയന്ത്രണങ്ങൾ ഉണ്ടാകുമെന്നും പുതിയ പരിഷ്കാരങ്ങളോട് പൊതുജനങ്ങളും വ്യാപാരികളും ബസ് ജീവനക്കാരും പൂർണ്ണമായി സഹകരിക്കണമെന്നും അധികൃതർ അഭ്യർത്ഥിച്ചു. ജൂൺ 1 മുതൽ നിയമം ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടികളുണ്ടാകും. കേരള 1 മലയാളം, രാജാക്കാട്.